എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്നവർ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫ്രീലാൻസിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ചെയ്യുന്നതിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ. സോ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് എങ്ങനെ ഫ്രീലാൻസിങ് ചെയ്യാം, എങ്ങനെ അതുപോലെ ഇൻകം ഏൺ ചെയ്യാം, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, മിസ്റ്റേക്സുകളൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശിക്കുന്ന ഈ ഒരു ടോപ്പിക്സ് നിങ്ങളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എന്താക്കും കിട്ടുന്നതായിരിക്കും. ഐ ആം മുനവർ ഫ്രം സ്കിൽഫ്ലൈ. സോ എന്താണ് ആക്ച്വലി ഫ്രീലാൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരുപാട് പേര് ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഫ്രീലാൻസിങ് ജോബ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം കൈൻഡ് ഓഫ് ജോബ് ചെയ്യുക എന്നുള്ളത്. സോ ആക്ച്വലി ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും കോർ ആയിട്ടുള്ള ഒരു സ്കില്ല് ഉണ്ടാവും. ആ സ്കില്ല് നമ്മൾ എന്താക്കുക, ഷോക്കേസ് ചെയ്ത് അതിലൂടെ നമ്മളൊരു ഇൻകം ഏൺ ചെയ്യുക എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഫ്രീലാൻസിങ് എന്നുള്ളത്. സോ ഈ ഫ്രീലാൻസിങ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാനും നിങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല പ്രോപ്പറായിട്ട് ഈ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഒന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളേലുള്ള ഏത് സ്കില്ലാണ്, ഏത് പൊട്ടൻഷ്യൽ സ്കില്ലാണ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം എക്സാമ്പിൾ പറയാൻ ഡിസൈനേഴ്സ് ഉണ്ടാവും, വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ വീഡിയോ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. അതുപോലെ നമ്മുടെ സ്കില്ല് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പം ഒരുപാട് സ്കിൽസ് ഉണ്ടല്ലോ, കോപ്പി റൈറ്റിംഗ് ആയിക്കോട്ടെ, എന്താണോ നിങ്ങളുടെ സ്കില്ല് ആദ്യം നിങ്ങളെ നിശ്ചയം ഏതാണെന്നുള്ള ഫോക്കസ് ചെയ്യാം. ആ സ്കില്ല് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതായത് ഇപ്പം എക്സിസ്റ്റഡ് ആയി നിങ്ങൾക്ക് കുറച്ചുകൂടി പാഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതാ, അല്ലെങ്കിൽ ഓരോന്ന് വർക്കൗട്ട് ചെയ്ത്, ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൽ സ്കില്ലുണ്ടോ എന്ന് അറിയാം. സോ അതുപോലെ നിങ്ങൾ ഇപ്പം ഇത്ര ത്രൂ ഔട്ട് ഈ ഒരു ഇയേഴ്സോടെ നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചില സ്കില്ല് നിങ്ങൾക്ക് അടിപൊളിയാണെന്നും നിങ്ങൾക്ക് നല്ല ഷോക്കേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നും. സോ അതുപോലത്തെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തേത്, ഈ സ്കില്ലിന് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യണം. അതിന് നിങ്ങൾ കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് ഡീപ്പായിട്ട് തന്നെ അനലൈസ് ചെയ്യാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും സ്കില്ല് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻകം ഏൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം നല്ല ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ലല്ലേ എന്നുള്ളത് അഷ്യൂർ ചെയ്യുക. അതിനെക്കുറിച്ച്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക. അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ട മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരുപാട് ആ സ്കില്ലിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന സറൗണ്ടിങ്സിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലൂടെ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് നമുക്ക് വന്നിട്ട് പഠിക്കുന്ന മിസ്റ്റേക്സുകൾ ഒരുപാട് എന്താക്കാൻ പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ സ്കില്ല് ഐഡന്റിഫൈ ചെയ്തു, സ്കില്ലിൽ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തേത്, ഇത് നമ്മൾ ഇനി നേരെ സെല് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ നേരെ പബ്ലിക്കിലേക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി പോവാം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം. ഇപ്പം എക്സാമ്പിൾ പറയാം, നമ്മളൊരു വീഡിയോ എഡിറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ വേറൊരാൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്രൈമറിലി അതിന് വേണ്ട കാര്യമാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് മറ്റുള്ളവർക്ക് കാണണം. അതായത് ഇത് നല്ല പെർഫോമിംഗ് ആണോ, അടിപൊളിയാണോ, എന്നാൽ മാത്രമേ അവർ എന്താക്കുള്ളൂ, ഈ വീഡിയോസിൽ അടിപൊളിയായാൽ മാത്രമേ അവർ നമുക്ക് വർക്ക് തരുള്ളൂ. സോ അതിനു വേണ്ടി പ്രൈമറിലി നിങ്ങൾ വർക്ക് കിട്ടാൻ വേണ്ടി ഫ്രീ ആയിട്ടൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിലോ ഫാമിലീസിലോ ഒക്കെ ഉള്ളവരുടെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത്, നല്ല അടിപൊളി വർക്കുകളൊക്കെ ചെയ്ത് നിങ്ങളെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ആണോ അതിനുള്ള നിങ്ങളെ എക്സ്പീരിയൻസ് ഷോക്കേസ് ചെയ്യുന്ന കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കി വെച്ച് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. ഇതേപോലെ നിങ്ങളെ പ്രൈസിങ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീഡിയോന് എത്ര ചാർജ്, ഓക്കെ, നിങ്ങൾ എത്രയാണോ ചാർജ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് ചാർജ് ഒക്കെ സെറ്റാക്കി, ഒരു എൻക്വയറി വരുന്ന സമയത്ത്, ഒരു ക്ലയന്റ് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ആണ് നമ്മൾ പബ്ലിക്കലി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇപ്പം നമുക്ക് ആഡ്സ് റൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അതായത് സോഷ്യൽ മീഡിയ ആഡ്സ് റൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓഡിയൻസിന് ബിൽഡ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സും ഫാമിലീസിലൊക്കെ ഷെയർ ചെയ്ത് ആ രീതിയിൽ ചെയ്യാം. ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലി കുറച്ചുകൂടി മാർക്കറ്റ് ചെയ്യാന്നുള്ള, അത് കുറച്ചുകൂടി ഈസിയാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്താ വെച്ചാൽ, ലിങ്ക്ഡിൻ ത്രൂ ഒരുപാട് പേര് ഇതുപോലെ ഫ്രീലാൻസിങ്ങിൽ ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ത്രൂ നല്ലൊരു പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അടിപൊളിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ക്ലയൻസിന് ഇതിലേക്ക് കിട്ടും. അങ്ങനെ നിങ്ങളെ ക്ലയൻസിനേക്ക് എത്തിക്കഴിഞ്ഞാൽ
വേണ്ട അടുത്ത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്ലയൻസിന് എന്താക്കുക, കൺവിൻസ് ചെയ്യുക. കൺവിൻസ് മീൻസ് ആ ഒരു സെയിൽ കൺവേർഷൻ ചെയ്യുക, ഓൺ ബോർഡിങ് ചെയ്യുക എന്നുള്ള. സോ അതിന് വേണ്ടിയിട്ട് സെയിൽസിലേക്കൊക്കെ നമുക്ക് വേണ്ട മെയിൻ കാര്യമാണ് നെഗോഷിയേഷൻ. ഈ സ്കില്ലുകളെല്ലാം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഇതിലെ തന്നെ സെയിൽസിലൊക്കെ എക്സ്പേർട്ട് ആയവരുടെ ഓരോ വീഡിയോസും പോഡ്കാസ്റ്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏകദേശം എങ്ങോട്ടേക്കാണ് പോകണേ, നമ്മൾ ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം, എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്യാൻ പറ്റുക. സോ ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം നേരെ ഓൺബോർഡിങ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഒരു 10 to 20 ക്ലയൻസിനെ നിങ്ങൾ ഹൈലി എഫേർട്ട് ഇട്ട് നിങ്ങളെ ക്വാളിറ്റി കാണിക്കുന്ന രീതിയിൽ, അത് ഓവർ പേയ്മെന്റ് വാങ്ങിയിട്ട് തന്നെ ഇനീഷ്യലി ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന കുറച്ച് ക്ലയൻസിനെ ഹൈലി സാറ്റിസ്ഫൈ ചെയ്തിട്ട് വർക്ക് കൊടുക്കുക. അത്ര ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഇതുപോലെ റെഫറൻസ് നല്ല രീതിയിൽ വരും. അപ്പം നമുക്ക് വലിയ സ്പെൻഡ് ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടും എഡിറ്റ് ചെയ്തിട്ടൊക്കെ നല്ല ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനീഷ്യൽ സ്റ്റേജിലും അല്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡിജിറ്റലി ഇതൊന്നും മാർക്കറ്റ് ചെയ്യാന്നുള്ളത്. സോ നമ്മൾ സ്കിൽഫ്ലൈൻ്റെ അണ്ടറിലായിട്ട് ഒരു 3 month പ്രോഗ്രാം, കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഡെലിവർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ പ്രോഗ്രാം ഇതുപോലത്തെ ഫ്രീലാൻസേഴ്സിനും അതുപോലെ തന്നെ ഇപ്പം പഠിക്കുന്ന സ്റ്റുഡൻസിന് തന്നെ അതിന്റെ കൂടെ തന്നെ സൈഡ് ഹസിലായിട്ട് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് തന്നെ. അതിപ്പം പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു കരിയർ ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാം, ഓൺട്രപ്രണേഴ്സിന് എങ്ങനെ ഇത് ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഈ കോഴ്സിൽ പ്രാക്ടിക്കലി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും പഠിപ്പിക്കുക. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലുള്ള നമ്മളെ തന്നെ റിയൽ ക്ലയൻസും റിയൽ പ്രൊജക്റ്റും നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ തന്നെ അതിൽ വർക്കൗട്ട് ചെയ്യും. ഇപ്പം അതിൽ കോണ്ടന്റ് ക്രിയേഷൻസ് ആയിക്കോട്ടെ, മറ്റേ ആഡ്സ് റൺ ചെയ്തിട്ടായിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് ലൈവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. സോ നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. Thank you.